നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗാസയിലെ സാധാരണ ജനങ്ങൾക്കെതിരായ പട്ടിണിയുടെ ആയുധം പുറത്തെടുത്ത് ഇസ്രായേൽ. വെള്ളവും ഭക്ഷണവും എത്തുന്ന വഴികളെല്ലാം അടച്ച ഇസ്രായേൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പാലസ്തീൻ ജനത പട്ടിണിയിലാണെന്ന് ഉറപ്പുവരുത്തുന്നു. പാലസ്തീനെതിരായ ക്രൂരമായ ഈ ആക്രമണം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം മാസങ്ങളായി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടും ഫലമില്ല. പാലസ്തീൻ ജനതയെ ദുരിതത്തിലാക്കി ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമം. കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിക്ക് പുറത്ത് ഒരു 8 ട്രക്ക് വാഹനവ്യൂഹത്തിൽ നിന്ന് ഭക്ഷണത്തിനായി നെട്ടോട്ടമോടുന്ന പട്ടിണിയിലായ പാലസ്തീനികളുടെ നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർക്കുകയും 100-ലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളും യുദ്ധ നിയമങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇസ്രായേൽ ഒരു ജനതയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ റോം ചട്ടം വ്യക്തമാക്കുന്നത് മനഃപൂർവ്വം ദുരിതാശ്വാസ സാമഗ്രികൾ തടസ്സപ്പെടുത്തുന്നത് ഉൾപ്പെടെ അവരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത വസ്തുക്കൾ ഇല്ലാതാക്കുന്നത് യുദ്ധക്കുറ്റമാണ്. ഇസ്രായേലിൽ യുദ്ധത്തിന്റെ ആദ്യ ദിവസം മുതൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവരുടെ പ്രതിരോധ മന്ത്രി പരസ്യമായി പറഞ്ഞിരുന്നു. ഭക്ഷണമോ വെള്ളമോ വൈദ്യുതിയോ പാലസ്തീനിന് അനുവദിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗാസയ്ക്കെതിരായ ഇസ്രായേൽ തുടരുന്ന ഉപരോധവും 15 വർഷത്തിലേറെയായുള്ള അധിനിവേശവും സിവിലിയൻ ജനതയെ കൂട്ടത്തോടെ ശിക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇതൊരു യുദ്ധക്കുറ്റമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഡിസംബറിൽ പറഞ്ഞിരുന്നു. എന്നാൽ ലോകത്തെ ഒരു നിയമത്തിനും തങ്ങളെ തടുക്കാനാകില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ. പാലസ്തീനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിന് അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് ശക്തി പകരുന്നു. ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഗാസയുടെ വടക്കൻ ഭാഗങ്ങളിൽ ഭക്ഷണവും മറ്റ് മാനുഷിക സഹായങ്ങളും ഇസ്രായേലിൽ നിഷേധിക്കുക മാത്രമല്ല, ഈജിപ്തിൽ നിന്ന് സഹായവുമായി വരുന്ന ട്രക്കുകൾ അവർ ബോംബെറിഞ്ഞ് തകർക്കുകയും ചെയ്തു. പട്ടിണിപ്പാവങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 100 കണക്കിന് ഭക്ഷണ ട്രക്കുകൾ ദിവസവും ഗാസയിലേക്ക് പ്രവേശിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരം സംസാരിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഇത് ചെവിക്കൊള്ളുന്നില്ല. 3 കിലോഗ്രാം ഗോതമ്പ് $100 വിൽക്കുന്നത്. ഇത് ഗാസയിലെ ഒരു കുടുംബത്തിനും താങ്ങാൻ കഴിയില്ല. ഗാസയിലേക്ക് ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കളുടെ പ്രവേശനം അനുവദിക്കുന്നതിന് പകരം പട്ടിണിയെ ആയുധമാക്കാനാണ് ഇസ്രായേൽ ശ്രമം. തെക്കൻ ഗാസയിലെ സ്ഥിതി വളരെ മോശമാണെങ്കിലും വടക്കൻ പ്രദേശത്തെ പട്ടിണി നില ദയനീയമാണെന്ന് പറയാം. ലോകം ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന ഏതൊരു രാജ്യവും പാലസ്തീൻ്റെ ഇപ്പോഴത്തെ ദുരിതങ്ങൾക്കും വംശഹത്യയിലും പങ്കാളികളാണ്.